നമ്മൾ ഇന്നൊരു പെസഹ അപ്പമാണ് തയ്യാറാക്കാൻ പോകുന്നത്. പെസഹ വ്യാഴമാണ് വരുന്നത്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിന് വട്ടയപ്പം എന്നും പറയാറുണ്ട്. ക്രിസ്ത്യൻസൊക്കെ ഇതിന് കുരിശപ്പം എന്നും പറയും. പെസഹ വ്യാഴത്തിന് തയ്യാറാക്കുന്നത് കൊണ്ട് തന്നെ ഇതിന് കുരിശപ്പം എന്നും പറയാറുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് 250 ml കപ്പിൽ റോസ്റ്റഡ് റൈസ് ഫ്ലോർ 3 കപ്പ് ചേർത്ത് കൊടുക്കാം. വറുത്ത അരിപ്പൊടിയാണ് 3 കപ്പ് ഇട്ട് കൊടുക്കുന്നത്. ഇത് ഗ്രാം അളവിൽ 500 ഗ്രാമാണുള്ളത്. ഇത് നമ്മൾ അളന്നെടുത്ത അരിപ്പൊടിയിൽ നിന്ന് ഒരു 1/4 കപ്പ് നമുക്കതിൽ നിന്ന് മാറ്റാം. ഇപ്പം ഞാനൊരു 1/4 കപ്പ് അളന്ന് എടുക്കുന്നുണ്ട്. ഇത് നമുക്കൊരു പാനിലേക്ക് മാറ്റി കൊടുക്കാം. സ്റ്റൗവിലേക്ക് ഞാനിപ്പോൾ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് അളന്നെടുത്ത 1/4 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് സ്റ്റൗ ഓണാക്കി കൊടുത്താൽ മതി. കട്ടയൊന്നും ഇല്ലാതെ നമുക്ക് ആദ്യം ഇതൊന്ന് കലക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് സ്റ്റൗ ഓണാക്കി ഇതൊന്ന് കുറുക്കിയെടുക്കണം. ഇപ്പം ഞാനിത് നന്നായിട്ടൊന്ന് കലക്കി എടുത്തിട്ടുണ്ട്. സ്റ്റൗ ഓണാക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇല്ലെങ്കിൽ ഇത് വീണ്ടും കട്ട കെട്ടാനുള്ള ചാൻസ് ഉണ്ട്. എന്നിട്ട് നന്നായിട്ട് നമുക്ക് കൈയെടുക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കാം. ചൂട് കട്ടിയുള്ളൊരു പാത്രമാണെങ്കിൽ അടിക്ക് പിടിക്കുകയുമില്ല. ഇപ്പോൾ ഇത് വെള്ളമൊക്കെ ഒന്ന് വറ്റി വരാൻ തുടങ്ങുന്നുണ്ട്. ഇതിന് കപ്പി കാച്ചുക എന്നാണ് പറയുന്നത്. ചില സ്ഥലങ്ങളിൽ ഇതിന് കുറുക്കുണ്ടാക്കുക എന്നും പറയാറുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാം. വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. നമുക്കിനി ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ഗ്യാസ് ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തണുത്ത് കിട്ടുന്നതിന് വേണ്ടി നമുക്കൊരു പാത്രത്തിലേക്ക് തണുത്തിരിക്കുന്ന ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഈ തവ ഇപ്പോൾ ചൂടായതുകൊണ്ട് ഇത് തണുത്ത് കിട്ടുന്നതിന് വേണ്ടി കുറച്ച് സമയം എടുക്കും. അപ്പോൾ നമുക്ക് അരിപ്പൊടിയുടെ കൂടെ ചേർത്ത് ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് തണുത്ത് വന്നതിന് ശേഷം നമുക്കിത് ബാക്കിയുള്ള അരിപ്പൊടിയുടെ കൂടെ ചേർത്ത് അരച്ചെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്കൊരു 2 കപ്പ് തേങ്ങ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് അത് ഇട്ട് കൊടുത്ത് നമുക്കതൊന്ന് അരച്ചെടുക്കാം. ഫ്രഷ് കോക്കനട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. നമുക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇതിൻ്റെ കൂടെ 1 അല്ലി വെളുത്തുള്ളി, ഒരു ഗാർലിക്കാണ്, അത് ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്കൊരു 3 കാർഡമം ഏലക്ക ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇതിൻ്റെ സീഡ് മാത്രം എടുത്തും ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ആദ്യം ഒരു പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കുറുക്കി വെച്ചിരുന്ന കുറുക്ക് ഇപ്പോൾ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. അതും ഇതിലേക്ക് ചേർത്ത് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് ആ തേങ്ങയും കുറുക്കും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കിട്ടിയതിന് ശേഷം നമുക്കിതിലേക്ക് അരിപ്പൊടി ചേർത്ത് അരച്ചെടുത്താൽ മതി. ഇപ്പോൾ ഇത് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരിപ്പൊടി കുറേശ്ശെ ഇട്ട് കൊടുക്കുന്നുണ്ട്. വലിയ ജാറാണെങ്കിൽ മിക്സിയുടെ ജാറിന് കുറച്ചും കൂടെ വലിപ്പമുള്ളതാണെങ്കിൽ അരിപ്പൊടി ഒന്നിച്ച് ഇട്ട് കൊടുത്ത് നമുക്ക് അരച്ചെടുക്കാം. ഇപ്പം ഞാനിത് 2ആയിട്ടാണ് അരച്ചെടുക്കുന്നത്. ഇപ്പോൾ ആദ്യം പകുതി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളത് അരച്ചെടുത്തു. ഒരു ബൗളിലേക്ക് നമുക്കിനി ഇത് മാറ്റി കൊടുക്കാം. ഒരു തിക്ക് ബാറ്ററായിട്ടാണ് നമ്മളിത് അരച്ചെടുക്കുന്നത്. ഇഡ്ഡലിക്കൊക്കെ നമ്മൾ അരച്ചെടുക്കുന്ന രീതിയിൽ വേണം ഇത് ബാറ്റർ തയ്യാറാക്കിയെടുക്കാൻ. വെള്ളം കൂടിപ്പോകരുത്. ഇപ്പോൾ ഞാനൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ബാക്കിയുള്ള അരിപ്പൊടി നമുക്ക് ഈ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ നമുക്ക് ചേർക്കാനുണ്ട്. ഈസ്റ്റ് നമുക്ക് ചേർത്ത് കൊടുക്കണം. ഒരു 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. 250 ml കപ്പിൽ 1 കപ്പ് പഞ്ചസാരയാണ് ഇതിൻ്റെ അളവ്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. വെള്ളം കൂടുതൽ വേണമെന്നുള്ള ഉണ്ടെങ്കിൽ കൂടുതൽ വെള്ളം ഒഴിച്ച് അരച്ചെടുക്കണം. നമ്മൾക്ക് ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റ് ആണെങ്കിൽ അതൊന്ന് ആക്ടിവേറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് അരച്ചെടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ അരച്ചെടുത്ത ബാറ്റർ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് റെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി 3 മണിക്കൂർ നമുക്കിത് അടച്ചു വെക്കാം. ഇപ്പോൾ ചൂട് കാലം ആയതുകൊണ്ട് തന്നെ 3 മണിക്കൂറിൻ്റെ ആവശ്യം വരത്തില്ല. എന്നാലും നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് 3 മണിക്കൂർ ആവുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. 3 മണിക്കൂർ ആയി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തുറന്നു നോക്കാം. നമ്മുടെ ബാറ്റർ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നന്നായിട്ട് മാവൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട്. 2.5 മണിക്കൂർ ആയപ്പോഴേ നമ്മുടെ മാവൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം.
അതിനുശേഷം നമുക്ക് ഇഡ്ഡലി തട്ടിലോ സ്റ്റീമറിലോ വെച്ച് സ്റ്റീം ചെയ്താണിത് എടുക്കുന്നത്. ഒരു തട്ടിൽ, ഒരു സ്റ്റീൽ പാത്രത്തിൽ നമുക്കൊന്ന് ഗീ പുരട്ടി കൊടുത്തിട്ട്, നെയ്യ് പുരട്ടുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ എണ്ണ ഓയിൽ ഏതെങ്കിലും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് സ്റ്റീം ചെയ്ത് എടുക്കാവുന്നതാണ്. പാത്രത്തിലേക്ക്, സ്റ്റീമറിലേക്ക് ഡിഷ് വെച്ചിട്ട് അതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കണം. നമുക്കത് ഞാൻ മാവ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഗാർണിഷ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് തികച്ചും ഓപ്ഷണലാണ്, ഇങ്ങനെ ഇടണം നിർബന്ധമൊന്നുമില്ല. അങ്ങനെ ഇല്ലാതെയും തയ്യാറാക്കാം. ഈ നട്ട്സ് ഇട്ട് കൊടുക്കാം. നട്ട്സും ഗ്രേപ്സും ഒക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇത് ഇപ്പോൾ നമുക്കൊരു 10-15 മിനിറ്റൊക്കെ കഴിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. 15 മിനിറ്റ് മുതൽ 20 മിനിറ്റ് വരെയാണ് ഇത് വേവാൻ എടുക്കുന്ന സമയം. അപ്പോൾ ഇത് 15 മിനിറ്റൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ നമുക്ക് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടുള്ള നമ്മുടെ വട്ടയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്, പെസഹ അപ്പം. ഇത് ബാക്കിയുള്ള ബാറ്ററും നമുക്ക് ഇതേ രീതിയിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഞാനിതിൽ ഒരെണ്ണത്തിൽ നട്ട്സും ഇട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. അതും നന്നായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഞാനൊരു കേക്ക് ടിന്നിൽ ഞാൻ കുറച്ച് മാവ് ഒഴിച്ചിട്ട്, ഈ ഡിഷിൽ ഒഴിച്ച് അതേ അളവിലാണ് നമ്മൾ കേക്ക് ടിന്നിലും തയ്യാറാക്കിയിരിക്കുന്നത്. അത് നമുക്ക് പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവരും ഇതേ രീതിയിൽ തയ്യാറാക്കി നോക്കൂ. ആദ്യമായിട്ട് തയ്യാറാക്കുന്നവർക്ക് ഈസി ആയിട്ട് ഇതേ മെത്തേഡിൽ തയ്യാറാക്കിയാൽ മതി. നന്നായിട്ട് പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടും. കേക്ക് ടിന്നിൽ തയ്യാറാക്കിയതാണ്. അത് നല്ല ഇതായിട്ട് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ സൈഡും എല്ലാം നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കട്ട് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. മധുരത്തിൻ്റെ അളവ് കുറച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് നോൺ വെജ് കറിയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് വളരെ നല്ലതാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കൂ. ഈസ്റ്ററിനും പെസഹ വ്യാഴത്തിനും ഒക്കെ കഴിക്കാൻ പറ്റിയൊരു നല്ലൊരു ഡിഷാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും, നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു നല്ലൊരു ഡിഷായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.